പാലക്കാട് UDF ശക്തി BJPന്റെ ശക്തി എന്ന UDF കടന്നു കയറുകയാണ്. വയനാട്ടിൽ 2 ലക്ഷം ഭൂരിപക്ഷം കടന്നു പ്രിയങ്കന്റെ. അതെ, വോട്ടെണ്ണൽ വളരെ പ്രകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നു. വളരെ ആവേശകരമായിട്ടുള്ളൊരു പോരാട്ടം തന്നെയാണ് നടന്നത് എന്ന വോട്ടെണ്ണൽ വ്യക്തമാക്കുന്നുണ്ട്. പാലക്കാട് UDF മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. വയനാട്ടിലെ സ്ഥിതി പറയുകയും വേണ്ട. എനിക്ക് തോന്നുന്നത് രാഹുലിനേക്കാളും കൂടുതൽ വോട്ടുകൾ പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടും എന്നുള്ളത് തന്നെയാണ്. പൊതുവെ UDFിൻ്റെ പ്രകടനം വളരെ മെച്ചമാണ്. എല്ലാ സുപ്രചരണങ്ങളെയും ഒക്കെ അതിജീവിച്ചുകൊണ്ട് തന്നെ UDF വിജയത്തിലേക്ക് എത്തി. ചേലക്കരയിൽ LDFന് പ്രതീക്ഷിച്ച വിജയം കൈവരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അവർ നേടിയതിനേക്കാളൊക്കെ എത്രയോ പിറകിലാണ് ഇപ്പോൾ അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതായാലും UDFിൻ്റെ ഒരു വിജയം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് വ്യക്തമാക്കുന്നത്. കണക്ക് വ്യക്തമാണല്ലോ, തങ്ങൾ പറഞ്ഞ കണക്ക് വ്യക്തമാണല്ലോ. പാലക്കാട് നല്ല ഭൂരിപക്ഷം കിട്ടും. ഷാഫി കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് താരതമ്യപ്പെടുത്താൻ നല്ലത് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പാണല്ലോ. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഷാഫിക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ ഇത്തവണ ഷാഫി പ്രസ്റ്റീജിയസ് ആക്കിയ രാഹുലിന് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് പാലക്കാട്. അതുപോലെ ചേലക്കര കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അവർക്ക് 10-38,000 അതിനനുസരിച്ച് വോട്ട് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അതിപ്പോൾ ഇതുവരെയുള്ള കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞിട്ടുണ്ട്, വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വയനാട്ടിൽ ലാസ്റ്റിൽ രാഹുൽ ഗാന്ധി നേടിയ 3,60,000 മുകളിലോ അതിനേക്കാൾ കൂടുതൽ അതാ തങ്ങൾ പറഞ്ഞത്, കൂടുതൽ വോട്ട് കിട്ടാനാണ് ഇപ്പോഴത്തെ ട്രെൻഡ് നോക്കിയിട്ടാണ് തങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഇത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ UDFിന് എല്ലാ നിലയിലും റിസൾട്ട് അനുകൂലമാണ്. പാലക്കാടൊക്കെ മതേതര വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ ശ്രമം നടക്കുന്നു ആക്ഷേപം ഉയർന്നിരുന്നു. അതിനൊക്കെ തിരിച്ചടിയാണോ ഇപ്പോൾ ഉള്ള ഫലം? അതെ, തിരിച്ചടി തന്നെയാണ്. കാരണം BJP കേന്ദ്രങ്ങളിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ തേരോട്ടം നടത്തിയത്. മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞാൽ പിന്നെ BJP ഉള്ളൂ. അവിടെ 9,000 വോട്ടിൻ്റെ ലീഡ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് 900 വോട്ട് പോലും ലീഡുണ്ടാക്കാൻ BJPക്ക് കഴിഞ്ഞില്ല. BJPയുടെ വലിയ തകർച്ചയാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ കണ്ടത്. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വെന്നിക്കൊടി പറത്തി. വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു വിക്ടറിയാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ UDFന് ഈ റിസൾട്ട് 3 സ്ഥലത്തുള്ള റിസൾട്ട് ഒരു കണക്കിന് UDFന് മെച്ചമാണ്. സാങ്കേതികമായി ഇപ്പോൾ ചേലക്കര ജയിച്ചാലും കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അവർ നേടിയതിൻ്റെ പകുതി പോലും ഭൂരിപക്ഷം നേടാൻ അവർക്ക് കഴിയും എന്ന് തോന്നുന്നില്ല. എന്നാൽ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നേടിയതിൻ്റെ 3 ഇരട്ടി വോട്ട് പാലക്കാട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ വയനാട്ടിലും നല്ല വിജയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കഴിയട്ടെ, എന്നിട്ട് ബാക്കി പറയാനുണ്ട്. പാലക്കാടിൻ്റെ ക്രെഡിറ്റ് ആർക്കാണ്? ക്രെഡിറ്റ് UDFിന് തന്നെയാണല്ലോ. പിന്നെ എല്ലാവരും അധ്വാനിച്ചുണ്ടാക്കിയ വിജയമല്ലേ. ഷാഫി ആയാലും പിന്നെ അതേപോലെ തന്നെ രാഹുലായാലും പ്രതിപക്ഷ നേതാവായാലും KPCC ആയാലും ഒക്കെ എല്ലാവരും വളരെ ഒറ്റക്കെട്ടായിരുന്നല്ലോ. ഞങ്ങൾ പിന്നെ എപ്പോഴും ഒരു നിശബ്ദ പിന്തുണയുമായി വിജയിപ്പിക്കാൻ രംഗത്തുണ്ടല്ലോ. പിരായിരിയൊക്കെ ഞങ്ങളുടെ അതന്നെ വാചാലമായ ശബ്ദം. കാരണം പിരായിരിയൊക്കെ ഞങ്ങളുടെ വോട്ട് N ബ്ലോക്കാണ്. അതാണ് നീ കണ്ടോ ലീഡ് കൂടുന്നത്. അത് വയനാട്ടിലും അങ്ങനെ തന്നെയാണ്. അവസാനഘട്ട പ്രചാരണത്തിലൊക്കെ മുഖ്യമന്ത്രി ഉയർത്തിയ വിമർശനങ്ങളും അതൊക്കെ വലിയ ചർച്ചയായിരുന്നു. അതൊക്കെ തിരിച്ചടിയായി എന്നുള്ളതാണ്. ആ തിരിച്ചടിയായതായിട്ടാണല്ലോ ഇപ്പോൾ വോട്ട് കാണിക്കുന്നത്. അവർ പറഞ്ഞ വർത്തമാനങ്ങളൊക്കെ തിരിച്ചടിയായി, എന്നുമാതിരി പരസ്യം ചെയ്തത് തിരിച്ചടിയായി. ഇതൊന്നും കേരളത്തിലെ ജനങ്ങളെ അറിയാതെ അവർ പെരുമാറിയതിന്റെ ദോഷമാണ്. അതൊക്കെ തങ്ങൾക്കെതിരെയുള്ള വ്യക്തിപരമായ അധിക്ഷേപങ്ങൾക്കുള്ള മറുപടി കൂടിയായിരിക്കും ജനങ്ങൾ നൽകിയതല്ലേ? നമുക്ക് റിസൾട്ട് വരട്ടെ, അപ്പൊ പറയാം. ഇപ്പൊ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവർക്ക് ദോഷം ചെയ്തു എന്ന് തന്നെ മനസ്സിലാക്കണം. ചേലക്കരയിലെ നിലവിലെ ചിത്രം UDF സ്ഥാനാർത്ഥി പിന്നിലാണ്. അപ്പൊ ചേലക്കരയിൽ എന്ത് സംഭവിച്ചെന്നാ മുസ്ലിം ലീഗ് മനസ്സിലാക്കുന്നത്? അല്ല, ചേലക്കരയിൽ കഴിഞ്ഞ പ്രാവശ്യം അവർക്കുണ്ടായിരുന്ന ആ വമ്പിച്ച മെജോറിറ്റി ഇല്ലല്ലോ. പക്ഷേ അവിടെ നല്ലൊരു കാൻഡിഡേറ്റും ഒക്കെ ആയതുകൊണ്ട് അവർക്ക് അല്പം മുൻതൂക്കം കിട്ടി. പക്ഷേ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഉള്ളതിനേക്കാൾ വളരെയധികം വോട്ട് കുറഞ്ഞിട്ടുണ്ട്. അത് UDFിൻ്റെ മെച്ചാണ്, ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ലക്ഷണമാണല്ലോ. ഈ സന്ദീപ് വാര്യർ വന്ന് എന്താണ് UDFിന് ഗുണകരമായതാണോ ലീഗിന്റെ ഒരു വിലയിരുത്തൽ? അത് ഗുണമാണല്ലോ. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ കണ്ടില്ലേ, BJP തകർന്നില്ലേ? അപ്പോൾ സന്ദീപ് വാര്യർ വന്നത് ഗുണം തന്നെയല്ലേ. പാണക്കാട് വന്ന അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു സന്ദീപ് വാര്യർ വന്നത് ഗുണം ചെയ്യും എന്നുള്ളത്. അപ്പോൾ 3 രാഷ്ട്രീയ വിജയം UDFിൻ്റെ ഒപ്പം നിന്നു എന്നുള്ളതാണോ? അതെ, അതാണ് വോട്ടെണ്ണൽ സൂചിപ്പിക്കുന്നത്. പ്രതീക്ഷിച്ചതിനേക്കാൾ ഏറെയുള്ള ഒരു ജനപിന്തുണ ഇപ്പോൾ UDFിനുണ്ട് എന്നാണ്
എത്താൻ മതി. വേറെ ഒരു കാര്യം ഇപ്പോൾ ഇന്നലെ മുനമ്പം വിഷയത്തിൽ ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചിരിക്കുകയാണ് സർക്കാർ. അപ്പോൾ അതിലുള്ളൊരു പ്രതികരണം. മുനമ്പം വിഷയത്തിൽ അവർ ഏകപക്ഷീയമായി ഒരു തീരുമാനം എടുത്തതാണ്. പക്ഷേ അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഏറ്റവും കൂടി ചർച്ച ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു. ബഹുമാനം തങ്ങൾ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും ഫറൂഖ് കോളേജ് ഉൾപ്പെടെയുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗ് വിളിച്ചു കൂട്ടി പിന്തുണയും സഹകരണവും വാഗ്ദാനം ചെയ്തതാണല്ലോ. പക്ഷെ അവരൊന്നും കൺസൾട്ട് ചെയ്യുക പോലും ചെയ്തില്ല. എന്നിട്ട് ഒരു തീരുമാനം പ്രഖ്യാപിച്ചു. ഇനി കുറച്ചു കാലം കാത്തിരിക്കണം. കോടതി തീരുമാനിക്കാൻ അതിനിപ്പോൾ അതിൻ്റെ തീരുമാനം വരുമ്പോഴേ നമ്മൾ അപ്പോഴേക്കും എല്ലാ സംഘടനകളോടൊക്കെ അഭിപ്രായം ചോദിച്ചിട്ട് നമുക്കൊരു അഭിപ്രായം പറയാം. അതേ ഉള്ളൂ. ശരി.